ജനവികാരം എൻ.ഡി.എക്ക് അനുകൂലമെന്ന് എസ്.എൻ.ഡി.പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. അയോധ്യ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും രാമനാമ ജപത്തിലൂടെ ഇന്ത്യ മുഴുവൻ ഒരു തരംഗം സൃഷ്ടിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മോദിയുടേത് മെച്ചപ്പെട്ട ഭരണമാണെന്നും ഭാര്യ മോദി ഭക്തയാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരം പ്രവചനാതീതമാണെന്നും ആലപ്പുഴയിലേത് ത്രികോണ മത്സരമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. യു.ഡി.എഫിന്റെ കൂടുതൽ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് ലഭിക്കും. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണെന്നും താനുമായുള്ള ബന്ധം പറഞ്ഞാൽ ശോഭയ്ക്ക് ഗുണം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. അതേസമയം എസ്.എൻ.ഡി.പിക്ക് നിഷ്പക്ഷ നിലപാടാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എസ്.എൻ.ഡി.പിക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും യോഗത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനം സമുദായം എടുക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന് വേറിട്ട മുഖമെന്ന് എസ്.എൻ.ഡി.പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും മത്സരഫലം പ്രവചനാതീതമാണെന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റുകൾ 300-400 ആണെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂവെന്നും മോദി വീണ്ടും വരുമെന്നും എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ജനവികാരം മോദിക്ക് അനുകൂലമാണ്. മെച്ചപ്പെട്ട ഭരണമായതിനാലല്ലേ ജനങ്ങൾ വോട്ട് ചെയ്തത് വീണ്ടും അധികാരത്തിലേറ്റുന്നതെന്നും ജനവികാരം അവർക്ക് അനുകൂലമാണെങ്കിൽ അവരുടെ ഭരണം നല്ലതാണെന്ന് വേണം കരുതാനെന്നും വെള്ളാപ്പള്ളി പറയുന്നു. അയോധ്യയും പൗരത്വ ഭേദഗതി നിയമവും ബി.ജെ.പിക്ക് അനുകൂലമാകും. അയോധ്യ വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന സൂചന വെള്ളാപ്പള്ളി ആദ്യം തന്നെ നൽകിയിരുന്നു. അവർ ഈഴവ സ്ഥാനാർത്ഥിയാണ്. കെ.സി. വേണുഗോപാൽ വിജയിച്ചാലും എ.എം. ആരിഫ് വിജയിച്ചാലും ആലപ്പുഴയ്ക്ക് എന്താണ് കിട്ടുകയെന്ന് ജനം മനസ്സിലാക്കി എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതികൾക്കപ്പുറം ഒരു വികസനവും മണ്ഡലത്തിലില്ല. ഇവർ രണ്ടുപേരും മണ്ഡലത്തിലെ ശുഷ്കാന്തി കാണിച്ചിട്ടില്ലെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതേസമയം മോദി സർക്കാരിന്റെ നന്മകൾ പുറത്തറിയാതിരിക്കാൻ ഇരുകൂട്ടരും ആവോളം പരിശ്രമിക്കുന്നുമുണ്ട്. മോദിജിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, ആലപ്പുഴയുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കാനും ആലപ്പുഴയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് അയക്കാൻ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നും വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞു. ഡസൻ കേന്ദ്രമന്ത്രിമാർ വന്നുപോയിട്ടും യാഥാർത്ഥ്യമാകാതിരുന്ന ആലപ്പുഴ ബൈപ്പാസ് സഫലമാക്കാൻ ഗഡ്കരി വേണ്ടി വന്നു. ഭരണകക്ഷിക്കൊപ്പം നിന്ന് കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മോദിജിയുടെ ഗ്യാരണ്ടിയായ വനിതാ കേന്ദ്രമന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു.